ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ചെറുപയർ കൊണ്ടുള്ള ഒരു അടിപൊളി താളിയാണ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ മുടിയിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ മുടി നല്ല പോലെ കട്ട കറുപ്പായിട്ട് മാറുകയും ചെയ്യും. തലയിലുണ്ടാകുന്ന താരനും മുടി കൊഴിച്ചിലൊക്കെ മാറി കിട്ടുകയും ചെയ്യും. മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. തീർച്ചയായിട്ടും 100% റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്സാണിത്. അപ്പോൾ ഈ ഒരു താളി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒന്നാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഉറപ്പായിട്ടും 100% റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വെറും 2 സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെറുപയറാണ്. ഈ ഒരു ചെറുപയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുതിർത്ത് വെച്ചതും അല്ലാത്തതും ഒക്കെ എടുക്കാവുന്നതാണ്. കുതിർത്ത് വെച്ചതാണെങ്കിൽ നമുക്ക് മിക്സിയിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ കുതിർക്കാതെ വെച്ചത് അമ്മിക്കല്ലിൽ വെച്ചിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ ചെറുപയർ എന്ന് പറഞ്ഞാൽ താരൻ പോകാനൊക്കെ വളരെ നല്ലതാണ്. 100% താരനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ചെറുപയർ. അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു ചെറുപയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് കുറച്ച് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം ഇതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും നല്ല സ്മൂത്തായിട്ടിരിക്കാനും അതുപോലെ തന്നെ നല്ല പോലെ കറുപ്പ് നിറത്തിൽ മുടി വളരാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 സാധനങ്ങൾ നമ്മുടെ മുടിക്ക് നല്ല പോലെ കറുപ്പ് നിറം കിട്ടാനും മുടി നല്ല പോലെ വളരാനും ഒക്കെ സഹായിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ചെറുപയറും അതുപോലെ ഈ ഒരു കഞ്ഞിവെള്ളം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മുടിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മുടിയിൽ ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തലയിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി വെളിച്ചെണ്ണ അല്ലെങ്കിൽ കാച്ചിയ എണ്ണ ആണെങ്കിൽ കാച്ചിയ എണ്ണ, ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ മുടി നല്ല പോലെ വളരാനും മുടി നല്ല സ്മൂത്തായിട്ട് ഇരിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എണ്ണ കിട്ടിയതിന് ശേഷം നമ്മൾ ഈ ഒരു മിക്സ് മുടിയിൽ ഫുള്ളായിട്ട് ആക്കി കൊടുക്കുക. നമ്മുടെ തലയോട്ടിയിലൊക്കെ ആക്കി കൊടുക്കാൻ പ്രത്യേകം ആക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ ഫുള്ളായിട്ട് പുരട്ടി കൊടുക്കുക. ഇങ്ങനെ ഇത് മുടിയിൽ ഫുള്ളായിട്ട് നമ്മുടെ തല ഫുള്ളായിട്ട് ഇതുകൊണ്ട് കവർ ചെയ്യുക. ഫുള്ളായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നമ്മളിത് വെച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും വെക്കേണ്ട. വളരെ കുറച്ച് സമയം, ഒരു 15 മിനിറ്റ് നമ്മളിത് വെക്കുക. അതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്യാൻ നോർമൽ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏത് മുടി കൊഴിച്ചിലിനെയും താരനെയും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. അതുപോലെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. ഇത് ആഴ്ചയിൽ ഒരു 2-3 തവണ എന്തായാലും ചെയ്തു കൊടുക്കുക. അപ്പം മുടിയുടെ നല്ല പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡെയിലി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഡെയിലി ചെയ്തെന്ന് വെച്ചിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. മുടി നല്ല പോലെ വളരുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ. താങ്ക് യു.